പ്രവാസികളെ ഈ ആക്രമണം ഇറാൻ്റെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാന കാര്യം 6 GCC രാഷ്ട്രങ്ങളിലുമായി ഏകദേശം 90 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുണ്ട് എന്നാണ് കണക്ക്. അതിൽ മുന്തിയ പങ്കും മലയാളികളാണ്. UAE-യിലാണ് ഇന്ത്യക്കാർ ഏറ്റവും അധികം. 34 ലക്ഷം പേർ UAE-യിൽ മാത്രമുണ്ട്. സൗദിയിൽ 26 ലക്ഷം പേരാണുള്ളത്. കുവൈറ്റിൽ 10.3 ലക്ഷം പേരും, ഒമാനിൽ 7.8 ലക്ഷം പേരും, ഖത്തറിൽ 7.5 ലക്ഷം പേരും, ബഹ്റൈനിൽ 3.26 ലക്ഷം പേരും. ഇസ്രായേലിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളുണ്ട്, മലയാളികളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇറാനിൽ 4400ഓളം ആളുകൾ ഉണ്ട്. ഇവരെല്ലാം ഇപ്പോഴത്തെ യുദ്ധം ഇവരൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം നമുക്കറിയാം ദുബായ് ഒക്കെ ലോകത്തെ ഏറ്റവും അധികം സുരക്ഷിതമായ ഒരു രാജ്യമായി കണക്കാക്കപ്പെട്ട ഒന്നാണ്. നമ്മുടെ പല ശതകോടീശ്വരന്മാരും നമ്മുടെ പല സിനിമാ താരങ്ങളും കായിക താരങ്ങളുമൊക്കെ അവരുടെ സെക്കൻഡ് ഹോമായി കരുതുന്ന ഒരു രാജ്യം കൂടിയാണ് ദുബായ്. അവർക്ക് അവിടെ ആഡംബര വസതികളുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഈ സുരക്ഷിതത്തെ ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇനി അവിടെ ഒരു പക്ഷേ സമാധാനം എന്നുള്ളത് ഏത് നിമിഷവും അതിന് ഭംഗം വരാം എന്നുള്ള ഒരു ഫീലിലേക്ക് കാര്യങ്ങൾ എത്തി. ഒരിക്കലും അടക്കില്ലെന്ന് പെരുമയുള്ള ദുബായ് വിമാനത്താവളം പോലും അടക്കേണ്ടി വരുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ടാകുന്നൊരു പശ്ചാത്തലം ഉണ്ടായി. ഒപ്പം വ്യോമഗതാഗതത്തെ കാര്യമായി ബാധിക്കുന്നു. വ്യോമപാതകൾ അടയ്ക്കുന്നു. ഒപ്പം പ്രവാസികളുടെ പണമൊഴുക്ക് 38% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്കറിയാം ഇന്ത്യയിലേക്ക്. ഇതിലേതാണ്ട് പാതിയും UAE-യിൽ നിന്നാണ്. ഈ പ്രവാസി പണത്തിന് നല്ലൊരു പങ്കും ഇനിയും ഏത് തരത്തിൽ അതിനെ ബാധിക്കുമെന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ബാങ്കിങ്, വിദ്യാഭ്യാസം, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ നിരവധി മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനെയൊക്കെ യുദ്ധക്കെടുതി കാര്യമായി ബാധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇനിയും ഇത്തരത്തിൽ ദുബായിലൊക്കെ വസ്തുവും സ്ഥലവും വീടുമൊക്കെ വാങ്ങാൻ ആളുകളൊന്നും മടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, അതൊരു പ്രധാന പ്രശ്നമാണല്ലോ. UAE അടക്കമുള്ള സ്ഥലങ്ങളിലെ ഈ ആക്രമണം മൊത്തത്തിൽ ആ ഒരു സംവിധാനത്തിൻ്റെ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും. തീർച്ചയായിട്ടും അത് ഇപ്പോൾ വ്യാപകമായിട്ടൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള മലയാളികൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആക്രമണങ്ങൾ കൂടുതലായിട്ട് നടന്നത് അവിടെയുള്ള ഈ തുറമുഖ മേഖലകൾ, അതുപോലെ തന്നെ US-ൻ്റെ ഈ സൈനിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ്. അല്ലാതെ അവിടെയുള്ള ഈ വ്യാവസായിക മേഖലകളിൽ അല്ലെങ്കിൽ ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊന്നും ഇതുവരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ മലയാളികൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഒമാനിൽ ഈ തുറമുഖത്തിൽ നടന്ന ആക്രമണത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൽമാൻ തുറമുഖത്ത് നടന്ന ആക്രമണത്തിലുമെല്ലാം ഇപ്പോൾ കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത് പ്രവാസികളായിട്ടുള്ള ചില തൊഴിലാളികളാണ്. പക്ഷേ അവരൊന്നും ഇന്ത്യക്കാരല്ല, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവരല്ല എന്നത് ഒരു ആശ്വാസമാണ്. എന്നാലും അവർക്കാണ് പരിക്കേൽക്കുകയും പലതരം പ്രശ്നങ്ങളിൽ ഇവർ ഏർപ്പെടുകയും ചെയ്തത്. എന്നാൽ ഈ മലയാളികൾ കൂടുതലായിട്ടുള്ള മേഖലകളിൽ ഇതുവരെ ആക്രമണം എത്തിയിട്ടില്ല എന്നത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവരും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. രാത്രികാലങ്ങളിൽ അവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈറനുകൾ പലപ്പോഴും മുഴങ്ങാറുണ്ട്. അവർ കൂടുതൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ കെട്ടിടങ്ങളിൽ ഈ ജനലിനടുത്ത് കൂടുതൽ കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത് ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കാലങ്ങളിൽ ഈ ഡ്രോണുകളെല്ലാം അവർക്ക് ദൂരെ ഒരു കാഴ്ചയായിട്ട് ആകാശത്ത് നിന്ന് ദൃശ്യമാണ്. പക്ഷേ അതെല്ലാം അപ്പോൾ തന്നെ അതത് രാജ്യങ്ങൾ നിർവീര്യമാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ UAE അടക്കം അവിടെ 137 ഇറാൻ മിസൈലുകൾ അവിടെ എത്തിയിരുന്നു. അതുപോലെ തന്നെ 209 ഡ്രോണുകളും അവിടെ എത്തിയിരുന്നു. പക്ഷേ ഇതെല്ലാം നിർവീര്യമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ചിലത് മാത്രമാണ് ഈ ലക്ഷ്യസ്ഥാനങ്ങൾ ഹിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഉൾപ്പെടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വ്യാപകമായിട്ട് ഈ ഒരു പ്രശ്നം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ നേരിടുന്നില്ല. അവർക്ക് ഇതുവരെ ഒരു ജീവഹാനി സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവർ നേരിട്ടതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ടാക്കുന്ന പശ്ചാത്തലം തന്നെയാണ്. ഇത് അവിടെയുള്ള മലയാളികൾക്ക് മാത്രമല്ല, ഇത് നാട്ടിലുള്ള അവരുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ഒരു ആശങ്ക തന്നെയാണ്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവർ ഭയപ്പെടുന്നു. അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും. മറ്റൊന്ന്, നമുക്കറിയാം ഹോർമുസ് കടലിടുക്ക് യുദ്ധമുണ്ടായാൽ ഇറാൻ്റെ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും എന്നാണ് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും മറ്റും ചെയ്തത്. പക്ഷേ ഇത് ഏതാണ്ട് ഇപ്പോൾ അങ്ങനെ അടക്കില്ല എന്നുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ ഇറാൻ്റെ പുതിയ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഏറെ സാമ്പത്തികമായി, വാണിജ്യപരമായി, ട്രേഡ് പരമായി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ഇത് പൂർണ്ണമായും നമുക്കറിയാം
ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും തിരിച്ചുമുള്ള വ്യാപാരത്തിൽ ഇറാന്റെ അധീനത്തിലുള്ള ഈ കടലിടുക്ക് ഏറെ നിർണായകമാണ്. ലോക വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 20% കടന്നു പോകുന്നത് ഈ ഹോർമുസ് വഴിയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം കൂട്ടുന്നത്. ഗൾഫിലെ ഓയിലിന്റെ ഭൂരിഭാഗവും കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ് ഇത് അടയ്ക്കുകയോ മറ്റ് പ്രതിസന്ധിയോ വല്ലതും ഉണ്ടായാൽ വില ബാരലിന് വല്ലാതെ വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം $80 ഇന്നിപ്പോൾ രാവിലെ എണ്ണവില വർദ്ധിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. $100 അതിവേഗം ഒരുപക്ഷെ എണ്ണവില എത്തിയേക്കാം. നമുക്കറിയാം എണ്ണവിലയൊക്കെ വളരെ താഴ്ന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ $100 എത്തിയേക്കാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെയാണ്, ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഇത്തരത്തിൽ ഇന്ത്യയുടെ വലിയ ഓയിൽ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ഇത് എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രവാസികൾ അടക്കം ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. എണ്ണ വഴിയുള്ള സാമ്പത്തിക ആഘാതം വളരെ വലുതാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ക്രൂഡ് ഓയിലിൻ്റെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കണം. ഇതിൽ നല്ലൊരു പങ്കും വരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വരുന്ന ഹോർമുസ് കടലെടുക്ക് വഴിയാണ്. 10 ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ഈ ഹോർമുസ് കടലെടുക്ക് വഴി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. ഇതിൽ തടസ്സമുണ്ടായാലും വില കൂടിയാലും ഇന്ത്യക്ക് അത് വലിയ ആഘാതമാകും. അത് വലിയ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 2024-25 ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി 11.6 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. ഈ വർഷം ഏപ്രിൽ ജനുവരിയിലെ ചെലവ് 8.8 ലക്ഷം കോടി രൂപയാണ്. എണ്ണവില ബാരലിന് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഇത് നമ്മളെ വല്ലാത്ത തരത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. അജയ്, ഹോർമുസ് കടലെടുക്ക് തൽക്കാലം അടയ്ക്കുന്നില്ല എന്നല്ലേ പ്രഖ്യാപനം ഇറാന്റെ? എന്താണ് വിവരം? ഈയൊരു മേഖലയിൽ ഇപ്പോൾ കടുത്ത രീതിയിലുള്ളൊരു ഇറാനിയൻ ഭീഷണിയുണ്ട്. മേഖലയിൽ ഇപ്പോൾ ഈ ഒരു ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള കപ്പലുകൾക്ക് നേരെ അവർ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3 കപ്പലുകളാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയമായത്. ഈ സംഘർഷം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പല എണ്ണ കമ്പനികളും ആദ്യഘട്ടത്തിൽ ഒരു 4 എണ്ണ കമ്പനികളാണ് ഇതുവഴി പൂർണ്ണമായിട്ടും അവരുടെ ചരക്ക് ഗതാഗതം ഇപ്പോൾ നിർത്തിയതായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് കൂടുതൽ എണ്ണ കമ്പനികൾ ഇതുവഴി ഇപ്പോൾ തൽക്കാലം ഈ സംഘർഷം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുവഴി ഗതാഗതം നടത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തി നിലപാട് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ ഈ മേഖലയിലൂടെ കടന്നുപോയിട്ടുള്ള 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഈ മേഖലയിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും ഏതാണ്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് വ്യാപകമായിട്ട് എല്ലാ രാജ്യങ്ങളും അതുപോലെ തന്നെ എണ്ണ കമ്പനികളും ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. ജപ്പാൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ മേഖലയിൽ ഇത്തരത്തിൽ ഈ വ്യാപാരം നടത്തുന്നതിൽ ആശങ്കയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ വഷളായ നിലയിൽ ഇപ്പോൾ അവരുടെ ഒരു കപ്പലിനുൾപ്പെടെ ഒരു ഭീഷണി ഉണ്ടെന്ന് അറിയിക്കുക അടക്കം ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹോർമുസ് കടലെടുക്ക് പക്ഷേ പൂർണ്ണമായിട്ടും ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിക്കുകയാണെങ്കിൽ ഇതുവഴി ചരക്ക് നീക്കം ഒരു എണ്ണയുടെ ചരക്ക് നീക്കം നടത്തുന്നത് 20 മുതൽ 25%. അപ്പോൾ ഇത് നിലയ്ക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ എണ്ണവില അത് കുതിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇന്ന് രാവിലെ ഏഷ്യ മാർക്കറ്റിൽ മാത്രം 7% വർധനവ് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായി. $78.25 പെർ ബാരൽ എന്നുള്ള നിരക്കിലും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.